ഹരേ കൃഷ്ണ. കേരള സ്റ്റോറി ചാനലിൽ ഇന്നു മുതൽ ദേവി മാഹാത്മ്യ പഠനം തുടങ്ങുകയാണ്. ദേവി മാഹാത്മ്യം പഠിക്കാൻ ആഗ്രഹമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഇന്ന് 1-ാം ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് കേട്ട് പഠിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. നമഃ. അവിഘ്നമസ്തു. ഗജാനനമഹം വന്ദേ ഗജാസുര നിബർഹണം സിദ്ധിബുദ്ധിയുതം ദേവം ഭക്തവിഘ്നഭയാപഹം. ഓം ശ്രീ ഗണപതായേ നമഃ. ദേവി മഹാത്മ്യം പാരായണ വിധി. മഹാകാളി മഹാലക്ഷ്മീർ മഹാവാണീതി യാ സ്മൃതാ യാസ്മാൻ പാതു മഹാദുർഗാ സമസ്താപന്നിവാരിണീ. നവാംഗം വാ ത്രയാംഗം വാ ജപിത്വാ ച നവാക്ഷരീം തതോ ജപ്ത്വാ രാത്രിസൂക്തം ദുർഗാ സപ്തശതീം പഠേത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഹരേ ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി മഹാത്മ്യം ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എൻ്റെ എല്ലാ ഭക്തമിത്രങ്ങൾക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ എന്നു തുടങ്ങി ഓം ശ്രീ പരമാത്മനെ, ഓം ശ്രീ ലളിതാംബികായേ നമഃ, ഇത് മൂന്നും നിത്യവും നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് ഓരോ ശ്ലോകത്തിൻ്റെ മുന്നിലും ദേവി മഹാത്മ്യം ഞാൻ പറഞ്ഞുവല്ലോ, ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം. ഞാൻ ഗുരുപരമ്പരയെയും എൻ്റെ വലിയമ്മാവൻ, അതായത് സംസ്കൃത പണ്ഡിതൻ പണ്ഡിതരാജൻ ശ്രീ അച്യുത പൊതുവാളെയും എൻ്റെ അമ്മാവൻ ആയ സാഹിത്യ ശിരോമണി ശ്രീ കെ പൊതുവാളെയും, അതെൻ്റെ ഗുരു കൂടിയാണ്, അദ്ദേഹത്തെയും ഈ അവസരത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദേവി മഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. അവരുപദേശിച്ച എല്ലാ ഉപദേശങ്ങളും എനിക്ക് തോന്നുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ദേവി മഹാത്മ്യം നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. അടുത്തത് ദേവി മഹാത്മ്യം നമ്മൾ എങ്ങനെ പഠിക്കണം? അതിൻ്റെ പാരായണ വിധിയുണ്ട്. ആദ്യം ദേവിയെക്കുറിച്ച് നവാംഗം എന്ന് പറയും. 9 ഭാഗങ്ങളായിട്ട് പഠിപ്പിക്കണം. അതായത് 1 ന്യാസം, 2 ആവാഹനം, 3 നാമങ്ങൾ, 4 അർഗളം, 5 കീലകം, 6 ഹൃദയം, 7 ദളം, 8 ധ്യാനം, 9 കവചം. ഈ 9 ഭാഗങ്ങളും പഠിച്ചതിന് ശേഷമേ ദേവി മഹാത്മ്യം, അതായത് മാർക്കണ്ഡേയ മുനി പറഞ്ഞ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അപ്പോൾ ഈ നവവും പറഞ്ഞിട്ടുണ്ട്, ത്രയവും പറഞ്ഞിട്ടുണ്ട്. 9 പഠിക്കാം, 3 പഠിക്കാം. അപ്പം നമുക്കിവിടെ ഞാൻ 9ൻ്റെയും അർത്ഥം പറഞ്ഞു തരാം. എന്നിട്ട് 3 മാത്രം ആദ്യം പഠിച്ച് പിന്നീട് പഠന അവസാനത്തിൽ നിങ്ങൾക്കിതെല്ലാം അപ്പോഴേക്കും മനസ്സിലായിക്കോളും. എന്താണ് ന്യാസം എന്താണെന്നുള്ളത്. ഇത് മാത്രം ഞാനിപ്പോൾ ഒരു ഏകദേശ രൂപത്തിൽ പറഞ്ഞു തരാം. 1 ന്യാസം. ന്യാസഹ എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് മുതലാണ്. സൂക്ഷിപ്പ് മുതൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾക്ക് സൂക്ഷിക്കാൻ കൊടുക്കുന്ന ഇത് സൂക്ഷിച്ചോളണേ എന്ന് പറഞ്ഞ് വെക്കില്ലേ, ആ സാധനമാണ്. അപ്പൊ നമ്മൾ ഇത് ആർക്കാണ് സൂക്ഷിക്കാൻ കൊടുക്കുന്നത്? ദേവിക്ക്. നമ്മുടെ ശരീരവും ആത്മാവും എല്ലാം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ദേവിയോട് കാത്തു സൂക്ഷിക്കണേ എന്ന് പറയുന്നു. അവിടെ ന്യാസം എന്നുള്ളതിന് അങ്ങനെ ഒരർത്ഥം. പിന്നെ ന്യാസം ദേവിയുടെ
നാമമന്ത്രങ്ങളും ഉണ്ട്, പറയാം. ആവാഹനം, ദേവിയെ ആവാഹിച്ചിരുത്തുക, അതായത് നവാക്ഷരി മന്ത്രം കൊണ്ട് ദേവിയെ ആവാഹിച്ചിരുത്തുക. നവാക്ഷരി മന്ത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നാമങ്ങൾ, ദേവിയുടെ നാമങ്ങൾ ഒന്നല്ലല്ലോ, പല നാമങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ദേവിയുടെ നാമങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഈ ദേവി മഹാത്മ്യത്തിൽ ഓരോ സമയത്തും ദേവിക്ക് ഓരോരോ പേരുകളാണ് വരുന്നത്. അപ്പൊ ഈ പേരുകൾക്കെല്ലാം എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നുള്ള ആ വിവക്ഷണവും ഉണ്ട് അവിടെ, അതും പറയാം. അടുത്തത് അർഗളം. അർഗളം എന്ന് പറഞ്ഞാൽ സാക്ഷയാണ്. നമ്മൾ വീടൊക്കെ അടയ്ക്കുന്ന സമയത്ത് സാക്ഷ ഇടാറുണ്ട് അല്ലേ, ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ ഇടുന്നത്. അതുപോലെ ഇതും സുരക്ഷയാണ് അർഗളം. എന്തിനുള്ള സുരക്ഷ? മനുഷ്യരെ സംരക്ഷിക്കാൻ ഉള്ള സുരക്ഷ ആരുടെ കയ്യിലുണ്ട്? ശ്രീ മഹാദേവിയുടെ കയ്യിൽ ഉണ്ട്. അത് അവരോട് നമ്മൾ ആ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, ദേവി എന്നെ അർഗളം അല്ലേ സാക്ഷയിട്ട് സൂക്ഷിക്കണമേ എന്ന് പറയുന്നു. അടുത്തത് കീലകം. കീലകം എന്ന് പറഞ്ഞാൽ ആണി എന്നർത്ഥമുണ്ട്. പിന്നെ ഈ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ട് വാതിലിൻ്റെ രന്ധ്രങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആണി തന്നെ. അപ്പൊ ഈ ആണിയിലടിച്ച് കയറ്റുന്ന എന്ന് പറഞ്ഞാൽ ആണി അടിച്ച് കയറ്റി ഉറപ്പിച്ചെടുത്ത എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ നമ്മൾ സാധാരണ ഈ വാതിലിൽ തന്നെ പലതരത്തിലുള്ള രൂപങ്ങൾ കൊത്തിവെക്കാറുണ്ട് അല്ലേ. ആ രൂപങ്ങൾ കൊത്തിവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളെയും കീലകം എന്ന് പറയാറുണ്ട്. പിന്നെ അടുത്തത് ഹൃദയം. ഹൃദയം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ആണിക്കല്ലാണ് അല്ലേ. ഹൃദയം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ലല്ലോ. ആ മിടിപ്പല്ലേ നമുക്ക് ഏറ്റവും ഒരു കുമിള അല്ലേ, വെള്ളത്തിലെ കുമിള പോലെ. അത് ഹൃദയം. അത് ദേവിയുടെ ഹൃദയം നമുക്ക് വാങ്ങാം, നമ്മുടെ ഹൃദയം ദേവിക്ക് കൊടുക്കാം. ഇവിടെ എങ്ങനെയാണതെന്നെല്ലാം പറയാം. ദളം. ദളം എന്ന് പറഞ്ഞാൽ ഇതളാണ്. ദേവി നമുക്ക് എത്ര എന്തൊക്കെ തന്നാലും നമുക്കതിന്ന് സായുജ്യമാക്കുക, നമ്മുടെ സായുജ്യം അടയാൻ വേണ്ടി നമ്മൾ എന്തേ എടുക്കുള്ളൂ? ഒരു ഇതളെ നമുക്ക് കിട്ടുള്ളൂ. ആ ഇതളെന്താ? വലിയൊരു താമരപ്പൂവിൻ്റെ ഒരു ഇതള് നോക്കൂ, എന്ത് വലുപ്പമായിരിക്കും അല്ലേ. അതുപോലെ ദേവി തരുന്ന ആ ഒരു ഇതൾ ഇതിവിടെ ഉണ്ട്, ഈ ദേവി മഹാത്മ്യത്തിൽ ഉണ്ട്. അതും എടുക്കാം. അടുത്തത് ധ്യാനം. ധ്യാനം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏതെങ്കിലും ഒരു വസ്തുവിൽ കേന്ദ്രീകരിച്ച് നമ്മൾ എന്തിനെയാണോ ധ്യാനിക്കുന്നത്, ഏത് ദേവതമാരാവാം, ആരെങ്കിലും ആവാം, സ്വന്തം അച്ഛനാകാം, അമ്മയാകാം, പ്രപഞ്ച വസ്തുവിൽ എന്തിനേയുമാകാം, അതാണ് ധ്യാനം. അത് ധ്യാനം എന്ന് പറയുന്നത് ഇവിടെ ഓരോരോ സ്തുതിക്കും അല്ലെങ്കിൽ ഓരോരോ ഇതിൽ വരുന്ന അംഗങ്ങൾക്കും എന്തുണ്ട്? പ്രത്യേക ധ്യാനങ്ങൾ ഉണ്ട്. അതാണ് ധ്യാനം. ഇനി ധ്യാ എന്നുള്ള അർത്ഥം തന്നെ എല്ലാം കേന്ദ്രീകരിച്ച് ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് കവചം. നമുക്കൊക്കെ ആവശ്യമാണല്ലേ കവചം. കവചം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പുതച്ച് ധരിപ്പിക്കുക. അപ്പൊ നമ്മളെ പുതപ്പ് ധരിപ്പിക്കുക, കുപ്പായ ഇടുക, നമുക്കൊരു മാർച്ചട്ട തരിക, ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ദേവിയാണ്. അപ്പൊ നമുക്ക് ഒരാപത്തും വരാതെ നമ്മളെ കവചത്തിൽ വെച്ച് കവചം കൊണ്ട് മൂടി നമ്മളെ സംരക്ഷിക്കുന്ന അല്ലയോ പരമാത്മാവായ ദേവി, അവിടത്തെ ഞാൻ നമസ്കരിക്കുന്നു. അടുത്തത് ചരിതങ്ങളാണ്. ഈ ചരിതങ്ങളിലാണ് നമുക്ക് കഥ പറയുന്നത്. മാർക്കണ്ഡേയ മഹർഷി നമ്മളോട് കഥ പറഞ്ഞു തരുന്നത്. മാർക്കണ്ഡേയ മഹർഷി ആരാണെന്നറിയണ്ടേ? ജൈമിനിയുണ്ട്. ഇതാരാണെന്ന് അറിയാൻ നിങ്ങൾക്ക് അറിയുമായിരിക്കും. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു 2 വാക്ക് കഥയായി ഇവിടെ പറയാം. ആദ്യത്തെ ദിവസമാണോ ഇത്രയധികം ഒക്കെ പറയണമെന്ന് ചോദിക്കും. വേണം. ആദ്യത്തെ ദിവസം നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കിയാലേ എനിക്ക് അടുത്ത ദിവസം നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്ന്. അതുകൊണ്ട് മാർക്കണ്ഡേയ മുനിയുടെ കഥ ഞാനിവിടെ. ഓം ശ്രീ മഹാദേവി നമഃ. ഇവിടെ മാർക്കണ്ഡേയ മഹർഷി, മാർക്കണ്ഡേയ മുനി, അതായത്
മൃഗണ്ടു മഹർഷിയുടെയും അമ്മ മനസ്വിനിയുടെയും പുത്രനായിട്ട് ശിവന്റെ അനുഗ്രഹത്താൽ ജനിച്ച പുത്രനാണ് ആര്? മാർക്കണ്ഡേയൻ. അപ്പൊ ഇവിടെ മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയാണ്. ആ കഥ നിങ്ങൾക്കറിയാമായിരിക്കും. മൃഗണ്ടു മഹർഷിയും മനസ്വിനിയും കുറേ കാലം പുത്രനില്ലാതെ തപസ് ചെയ്ത് തനിക്ക് എങ്ങനെയെങ്കിലും ഒരു പുത്രൻ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് അവർ കാട്ടിൽ പോയി തപസ് ചെയ്തു. ആരെ? ശിവനെ തപസ് ചെയ്ത് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ശിവൻ പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെട്ട് ശിവൻ ചോദിച്ചു, മൃഗണ്ടു മഹർഷിയോടും മനസ്വിനിയോടും ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ പുത്രനുണ്ടാവാൻ വരം തരാം. പക്ഷേ ഒന്നുകിൽ നിങ്ങൾക്ക് 101 പുത്രന്മാരെ തരാം. പക്ഷേ അവരെല്ലാം എന്തായിരിക്കും? മൂഢന്മാരും പിന്നെ നികൃഷ്ടന്മാരും എല്ലാം ആയിരിക്കും. യാതൊരുവിധ ബുദ്ധിയില്ലാത്തവരും ആയിരിക്കും. അങ്ങനെയുള്ള അവർക്ക് 101 വർഷം ആയുസ്സും കൊടുക്കാം. അങ്ങനെയുള്ള 101 പുത്രന്മാരെ വേണോ? അതോ 16 വയസ്സുവരെ മാത്രം പ്രായം ഉള്ള ഒരു പുത്രനെ വേണോ? സർവജ്ഞനായ, സർവചതുരനായ, എല്ലാവിധ കഴിവുമുള്ള, എല്ലാവിധ ജ്ഞാനവുമുള്ള ഒരു പുത്രൻ മതിയോ എന്ന് ചോദിച്ചു. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനമ്മമാർ ആദ്യം ഒന്ന് പകച്ചു. കാരണം പുത്രരില്ലാത്തവർക്ക് 101 പുത്രന്മാരെന്നൊക്കെ പറയുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ഇവിടെ ഇവരും അച്ഛനമ്മമാരും ഒന്നിങ്ങനെ പകച്ചു. എങ്കിലും അവരാലോചിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് 16 വയസ്സുവരെ, അതായത് യുവത്വം പ്രാപിക്കുന്നത് വരെയുള്ള ആ 16 വയസ്സുവരെയുള്ള പുത്രൻ ഞങ്ങൾക്ക് തന്നാൽ മതി. എല്ലാവിധ പാണ്ഡിത്യങ്ങളും സർവവിധ ഐശ്വര്യങ്ങളും സുന്ദരനും സുരൂപിയും ആയിട്ടുള്ള ഒരു പുത്രനെ മതി എന്ന് ഇവർ വരം ചോദിച്ചു. ശിവൻ അനുഗ്രഹിച്ചു. ആ വരം കിട്ടി. അങ്ങനെ വരം കിട്ടിയതിന് ശേഷം ഇവർക്ക് ഒരു പുത്രനുണ്ടായി. അതാണ് മാർക്കണ്ഡേയൻ. ആ മാർക്കണ്ഡേയന്റെ ഓരോ ദിവസം കഴിയും തോറും അച്ഛനമ്മമാരുടെ മനസ്സിലിങ്ങനെ തീയാണ്. കാരണം ഒരു വയസ്സ് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞു, ഈ ഒരു വയസ്സും ഒരു ദിവസവും കഴിഞ്ഞു. ഇങ്ങനെ ഇവരെ പേടിച്ചാണ് മകന്റെ കൂടെ അങ്ങനെ കഴിഞ്ഞിരുന്നത്. എങ്കിലും മകനെ അവർക്ക് ഏറ്റവും അധികം മകനിലുള്ള ആ പ്രാവീണ്യം കണ്ടിട്ട് അവരധികം സന്തോഷിച്ചു. അങ്ങനെ 15 വയസ്സ് കഴിഞ്ഞു. 16-ാമത്തെ വയസ്സായി. 16-ാമത്തെ വയസ്സിന് അന്നത്തെ പിറന്നാളാണ്. അപ്പൊ അമ്മ എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ വിഭവങ്ങളൊക്കെ ഒരുക്കി നാക്കിലയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മകനെ. അപ്പൊ മകൻ തൻ്റെ കുളിയും ജപവും ഓത്തും സന്ധ്യാവന്തനും ഒക്കെ കഴിഞ്ഞ് മെല്ലെ മകൻ അവിടേക്ക് വന്നു. ഇന്ന് എന്താ അമ്മേ ഇത്ര അധികമൊക്കെ വിളമ്പി വെച്ചിരിക്കണത്? ഇന്ന് എന്താ വിശേഷം? ഒന്നുമില്ല, അന്ന് മോൻ്റെ പിറന്നാളാണ്, അത്രേ പറഞ്ഞുള്ളൂ. ഇന്ന് മോൻ്റെ 16-ാമത്തെ പിറന്നാളാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു, ഒന്ന് ചിരിച്ചു. അതുവരെയും മകൻ അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഇവരിങ്ങനെ ചിരിച്ചു. ആ സമയത്ത് 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഉണ്ണാനിരിക്കുന്ന സമയത്താണ് മുറ്റത്ത് ബഹളം കേൾക്കുന്നത്. ആര്? അച്ഛനും അമ്മയ്ക്കും മാത്രമേ ഇതറിയുള്ളൂ. അവർ കേൾക്കുകയാണ് ഭൂതഗണങ്ങളുടെ, അതായത് കാലനും ഭൂതഗണങ്ങളും കൂടെ വന്നിരിക്കുകയാണ്. ഈ ഊണാണ്ട് കഴിഞ്ഞാൽ ആരെ പിടിച്ചുകൊണ്ട് പോകണം? മാർക്കണ്ഡേയനെ പിടിച്ചുകൊണ്ട് പോകണം. ഈ ഒരൊറ്റ ഇതിലാണ് അവർ നിന്നിട്ട് അവിടെ അങ്ങനെ. അത് ശരിക്കും അച്ഛനമ്മമാർക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ്. അപ്പോൾ മാർക്കണ്ഡേയൻ ഒന്നിങ്ങനെ നോക്കി ഉണ്ണാൻ കൈവച്ചതും ആ പുറത്തെ ശബ്ദം ഇദ്ദേഹവും കേട്ടു. മാർക്കണ്ഡേയൻ കേട്ടു. അദ്ദേഹം ചോദിച്ചു, എന്താ അമ്മേ പുറത്തൊരു ബഹളം? അമ്മ ഇങ്ങനെ കരയാണ്. മകന്റെ പിറന്നാളിന് വിളമ്പി വെച്ച അമ്മ ഇങ്ങനെ ഇരുന്ന് കരയോ? തീർച്ചയായിട്ടും ഏത് മക്കളാണെങ്കിലും അമ്മയോട് ചോദിക്കും. മകൻ ഇങ്ങനെ കരയുന്നു. അപ്പൊ ചോദിച്ചു, എന്തിനാ അമ്മ കരയണത്? എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ അതേവരെയുള്ള വൃത്താന്തം മുഴുവനും മകനോട് പറഞ്ഞു. മകൻ പറഞ്ഞു, അമ്മ പേടിക്കേണ്ട, ഞാൻ ശിവഭക്തനാണ്. ഞാൻ ഊണ് കഴിക്കുന്നില്ല. ഊണ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ശിവന്റെ ആരാധന
ക്ഷേത്രമുണ്ട്. അത് തൃപ്രങ്ങോട്ടാണെന്നാണ് പറയുന്നത്. തൃപ്രങ്ങോട്ട് അപ്പനെ കണ്ടോളാം എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് ഓടി. പോകുമ്പോൾ ഇദ്ദേഹം ഓടിപ്പോകുമ്പോൾ പിന്നാലെ ഭൂതഗണങ്ങളും ഉണ്ട്. ഓടി ഓടി ആ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ശിവന്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ വേഗം ശിവനെ അമ്പലം അടച്ചിരിക്കുക, നട അടച്ചിരിക്കുക. പിന്നെ ആലിൻ്റെ അവിടെ വലിയൊരു ആലുണ്ട്. ആ ആലിൻ്റെ 4 പുറകോട്ട് ഭൂതഗണങ്ങൾ ഇങ്ങനെ ചുറ്റിക്കുകയാണ്. ആരെ? ഭൂതഗണങ്ങളും പിന്നാലെ വരും. മാർക്കണ്ഡേയനോടും അങ്ങോട്ട് ഓടി ഓടി അവസാനം അങ്ങോട്ട് കിടക്കാൻ നിവൃത്തിയില്ലാണ്ടേ. അപ്പൊ വേഗം അവിടെ നിന്ന് ശിവ 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 എന്ന് പറഞ്ഞ് ഇദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ നിന്നിരുന്ന വലിയൊരാല് അത് അടിഭാഗം 2ആയി പിളർന്നു. ഒരാൾക്ക് മാത്രം പോകാനുള്ള ഒരു വഴി അവിടെ 2ആയി പിളർന്നു. ഇപ്പൊ അടുത്ത കാലം വരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അത് കേൾക്കുന്നത്. അതിലേ പിളർന്നു. അദ്ദേഹം വേഗം അമ്പലത്തിനകത്തേക്ക് കടന്നു. ശിവന്റെ ആ ശ്രീകോവിലെത്തി അകത്തോട്ട് ഗർഭഗൃഹത്തിലേക്ക് കടന്നു. ശിവവിഗ്രഹത്തിൽ കെട്ടിപ്പിടിച്ച് എന്നെ രക്ഷിക്കണേ പരമശിവ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. ദൂതന്മാര് കാലന്മാരൊക്കെ എങ്ങനെയൊക്കെയോ അകത്ത് കയറിക്കൂറി അവർ വന്ന് ശിവനോട് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് മാർക്കണ്ഡേയനെ, വിട്ടുതരണം എന്ന് പറയുന്നുണ്ട്. ഇല്ല, തരില്ല. ഇതിപ്പോ എന്നെ അഭയം തേടി വന്നിരിക്കുകയാണ്, ഞാൻ എങ്ങനെ കൊടുക്കും? അഭയം പ്രാപിച്ച ഒരാളെ എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ശിവൻ. അവസാനം ശിവനും ഭൂതഗണങ്ങളും തമ്മിലായി അവിടെ പരാക്രമം. അവർ തമ്മിൽ അവസാനം ശിവൻ തൻ്റെ ശൂലം കൊണ്ട് ഭൂതഗണങ്ങളെ കുത്തി കൊന്നു എന്നാണ് സങ്കല്പം. അവിടെ അങ്ങനെ കുത്തി കൊന്നു കഴിഞ്ഞ് ആ ശൂലം ആ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കഴുകി. ഇന്നും ആ കുളത്തില് വെള്ളം ചുവന്ന നിറാണെന്നാ പറയണം കേട്ടോ. ചുവന്ന നിറാണ്. അപ്പോൾ പോയി നമ്മൾ ഇപ്പുറങ്ങോട്ട് പോയിട്ടുള്ളവർക്ക് അറിയാം എന്നൊരു ഐതിഹ്യം കേൾക്കാനുണ്ട്. അപ്പോൾ ആ മാർക്കണ്ഡേയനാണ് പിന്നീട്, അദ്ദേഹം വീട്ടിലേക്ക് വന്നില്ല, നേരെ ശിവനെ നമസ്കരിച്ച് എവിടേക്ക് പോയി? നേരെ കാട്ടിലേക്ക് പോയി. അദ്ദേഹമാണ് പിന്നീട് മാർക്കണ്ഡേയ മുനിയായിട്ട്, മാർക്കണ്ഡേയ പുരാണം തന്നെ അത്രയുണ്ട്. 18 പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാർക്കണ്ഡേയ പുരാണം, അതാണ് അദ്ദേഹത്തിൻ്റെ കഥ. ആ മാർക്കണ്ഡേയ മുനി ദേവീ മാഹാത്മ്യം, ദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച്, ശിവനെക്കുറിച്ച് നല്ലപോലെ അറിയാം, എങ്കിലും പരാശക്തിയെക്കുറിച്ചും താൻ എന്തെങ്കിലും എഴുതണമല്ലോ. അപ്പം അദ്ദേഹം എഴുതാത്ത ഇതിൽ കുറേ ഉണ്ട്. വേദാന്തങ്ങളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്. ഇതെല്ലാം ഞാൻ ഓരോരോ സന്ദർഭം വരുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് ശിവന്റെ വരവും വാങ്ങി ശ്രീ മാർക്കണ്ഡേയ മഹർഷി തപസ് തുടങ്ങി. ആ തപസ് കഴിഞ്ഞ് അദ്ദേഹം വലിയ മഹർഷിയായി, മഹർഷിമാരിൽ വെച്ച് മഹർഷി. അപ്പോൾ ആ മഹർഷി എഴുതിയ, അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് വേണ്ടി പാരായണം ചെയ്യാൻ വേണ്ടി ഒരു രാജാവിൻ്റെ കഥയോടുകൂടിയാണ് ദേവി മഹാത്മ്യം എഴുതിയിരിക്കുന്നത്. നമുക്കിന്നിവിടെ അത് തുടങ്ങാം. ഇത്രയും ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിഭവമുണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് ക്ഷമിക്കുക. നമുക്ക് കഥയിലേക്ക്, അതായത് ദേവി മഹാത്മ്യത്തിലേക്ക് കടക്കാം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ഈ ഗ്രന്ഥത്തെ ദേവി മഹാത്മ്യം, ദുർഗാ സപ്തശതി, ചണ്ഡീ സപ്തശതി, സപ്തശതി, ചണ്ഡി എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്നു. സ്തോത്രമായും പാരായണ ഗ്രന്ഥമായിട്ടും ഹോമാദികളിൽ മന്ത്രമാലയായും ഇത് ഉപാസിക്കപ്പെടുന്നു. ഇതിൽ നവാക്ഷരമുണ്ട്. ഞാനത് ഓരോ സമയത്തും അതിൻ്റേതായ ആ അർത്ഥങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമ്മുടെ എല്ലാം ഭഗവത്ഗീത നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇഷ്ടം പോലെ. ദേവി മഹാത്മ്യവും അതുപോലെ തന്നെ അമൃതവർഷിണിയാണ്.
ആ ഭഗവത്ഗീതയിലെ ചില വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളും ഇതിൽ കാണാം, അതേ അർത്ഥം വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കണ്ഡേയ മഹർഷി ചിരഞ്ജീവിയാണല്ലോ, ആ സമയത്തും ഉണ്ടായിരിക്കാം വ്യാസമഹർഷിയോടൊപ്പം വൈശമ്പായനൻ, ജൈമിനി മുതലായവരോടൊപ്പമൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള കുറേ വാഗ്വാദങ്ങളും ഇതെല്ലാം ഉണ്ട്. വളരെ രസകരമായ വാഗ്വാദങ്ങളാണ്. അതെല്ലാം നമുക്ക് കേൾക്കാം. അടുത്ത് ഈ മന്ത്രമാല, അതായത് ഇത് വിധിപ്രകാരം നമ്മൾ പാരായണം ചെയ്താൽ എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകി സപ്തശതീ ദേവി നമ്മളെ അനുഗ്രഹിക്കും. പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? കാമം, മോഹം മുതലായ എന്തൊക്കെയാണത്? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അല്ലേ? നിങ്ങൾ സാധാരണ എല്ലാവരും നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഇതെല്ലാം കോർത്തിണക്കിയതാണ് ഈ ദേവി മഹാത്മ്യം. ഇനി ഇതിൽ മനു എന്നാണ് ഒരു പദം വന്നിരിക്കുന്നത്. തുടക്കം മാർക്കണ്ഡേയ ഉവാച എന്ന് തുടങ്ങുന്ന ദേവി മഹാത്മ്യം സാവർണിർഭവിതാ മനു എന്ന് അവസാനിക്കുന്നു. അപ്പം മായിൽ തുടങ്ങി നുവിൽ അവസാനിക്കുന്ന ഈ ദേവി മഹാത്മ്യത്തിലെ അവസാന പദവും മനുഹു എന്നാണ്. മനുഹു എന്ന പദത്തിനർത്ഥം മന്ത്രം. അതായത് 700 മന്ത്രരത്നങ്ങൾ കഥാതന്തുവിൽ കോർത്തിണക്കിയ ഈ മഹാമന്ത്രമാല എല്ലാ ശക്തികളെയും ഉപാസകന്റെ സ്വാധീനത്തിലാക്കാൻ പോകുന്ന മന്ത്രോദ്ധാര സങ്കേതങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ്. നവാക്ഷരി മന്ത്രം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചേ നമഃ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചേ നമഃ. ഇതിലെ ഓംകാരവും അന്ത്യത്തിലെ നമഃ എന്നതും ജപസാധന സമ്പ്രദായത്തിൽ ചേർക്കുന്നതാണ്. ഇവിടെ ശ്ലോകം 1 നിങ്ങൾ ചൊല്ലുമ്പോൾ ഇങ്ങനെ തന്നെ തുടങ്ങാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. നാരായണീ നമോസ്തുതേ. നാരായണീ നമോസ്തുതേ. ശ്ലോകം 1. ജയന്തി മംഗളാ കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവാ ധാത്രി സ്വാഹാ സ്വധാ നമോസ്തുതേ. സ്വാഹാ സ്വധാ നമോസ്തുതേ. ഇത് ആദ്യത്തെ മന്ത്രം. ഇത് എല്ലാവരും ചൊല്ലി പഠിക്കുക. ഇതിൻ്റെ അർത്ഥം ഞാൻ അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങും. ഇതേവരെ വായിച്ച് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. സംശയം ഉണ്ടാകും, കാരണം ഇതിലത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോരോ. നമസ്തേ ഭക്തമിത്രങ്ങളെ. ശ്ലോകം 1 ദേവി മഹാത്മ്യത്തിലെ 1ാമത്തെ ശ്ലോകം ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് എല്ലാവരും വായിച്ച് പഠിച്ച് ചൊല്ലിയിടേണ്ടതാണ്. അടുത്തത് വെള്ളിയാഴ്ചയ്ക്ക് മുൻപ്, വെള്ളിയാഴ്ച 2ാമത്തെ ശ്ലോകം അങ്ങനെ തുടങ്ങുന്നതാണ്. ഇതിൻ്റെ അർത്ഥവും പറയുന്നതാണ്.